Mermaid? Yes, I am a lion, the king of the jungle. Hi, good morning everybody. എന്താ നിങ്ങൾ കണ്ടത്? ഏത് ആനിമലിനെ കണ്ടത്? Yes, lion. Do you know where does the lion live? ലയൺ എവിടെയാ? നമ്മുടെ വീടിനടുത്തൊക്കെ ഉണ്ടോ? No, the lion lives in the jungle. Very good. The lion lives in the jungle. അപ്പോൾ നമുക്ക് ഈ കാട്ടിൽ കുറേ ആനിമൽസ് ഉണ്ട് അല്ലേ? അവരൊക്കെ ഒന്ന് കണ്ടാലോ? ഓക്കെ, അപ്പോൾ നമുക്ക് അത് നോക്കാം. കാട്ടിലുള്ള ആനിമൽസിന്. See, who is this? Yes, lion. And see, it has 4 legs and it has 4 sharp claws. How does its neck looks like? Yes, is it long or short? Yes, short. And you can see yellow brownish hair around his face. What is that? Yes, it is called mane. What is that? Mane. ഇനി ഇത് ലയൺ ബേബി ആയിരിക്കുമ്പോൾ വിളിക്കുക നമ്മൾ കബ് എന്നാണ്. ആൻഡ് കബ് ഹാസ് നോ മെയിൻ കേട്ടോ. കുട്ടിയായിരിക്കുമ്പോൾ ഇതുപോലെ ആ യെല്ലോ ബ്രൗണിഷ് ഹെയർ ഒന്നും ഉണ്ടാവില്ല. വലുതാവുമ്പോൾ ലയണായിട്ട് വളർന്ന് വലുതാവുമ്പോഴാണ് നമുക്ക് മെയിൻ കാണാൻ പറ്റുക. ഓക്കെ, ലയൺ എന്താ കഴിക്കുക? It eats small animals. It catches small animals to eat. അങ്ങനെയാണ് ലയൺ ഭക്ഷണം കഴിക്കുന്നത് അല്ലേ? നമുക്കറിയാമല്ലേ, നമ്മൾ കുറേ സ്റ്റോറിയിൽ കേട്ടിട്ടുണ്ട് ലയൺ ചെറിയ ചെറിയ ആനിമൽസിനെയൊക്കെ ക്യാച്ച് ചെയ്തിട്ട് കഴിക്കുക എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആനിമൽ ആരെന്ന് നോക്കിയാലോ? Who is this? Yes, this is an elephant. Elephant എങ്ങനെയുണ്ട്? It has huge body അല്ലേ? അവൻ്റെ ശരീരം വളരെ വലുതാണ് അല്ലേ? And it has a big trunk. കണ്ടോ അവൻ്റെ ട്രങ്ക് കണ്ടോ? തുമ്പിക്കയല്ലേ? വളരെ വലുതാണ്. പിന്നെ എന്തുണ്ട്? Yes, it has 2 big teeth and ears. ഉണ്ടോ? അവർക്ക് 2 വലിയ ടീത്ത് ഉണ്ട്. ഇയേഴ്സും വളരെ വലുതാണ് അല്ലേ? And tell me, what does the elephant eat? Yes, the elephant eats leaves and fruits, especially banana. നമ്മൾ കൊടുക്കാറുണ്ട് അല്ലേ? ആനയെ കാണുമ്പോൾ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ കാണുമ്പോൾ ആനയെ കാണുമ്പോൾ എല്ലാവരും പഴമൊക്കെ വായിൽ വെച്ച് കൊടുക്കാറുണ്ട് അല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? ഓക്കെ, വെരി ഗുഡ്. ദെൻ പിന്നെ എന്തുണ്ട് ആനയ്ക്ക് പുറകില്? യെസ്, ലോങ് ടെയിൽ ഉണ്ട് അല്ലേ? വെരി ഗുഡ്. ദെൻ വേറെ ആനിമലിനെ നോക്കിയാലോ നമുക്ക്? See, who is this? This is a zebra. And it has black with white stripe on his body. നല്ല രസമുണ്ടല്ലേ സീബ്രയെ കാണാനായിട്ട്? വൈറ്റ് ബ്ലാക്ക് സ്ട്രൈപ്സ് ഉള്ള ഇതുകൊണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ? ആൻഡ് വാട്ട് ഡസ് ഇറ്റ് ഈറ്റ്? It eats grass and leaves. ഇതോ സീബ്ര കഴിക്കുക ഗ്രാസും ലീവ്സ് ഒക്കെയാണ്. ഇങ്ങനെ വേറെ ആനിമലിനെ കണ്ടാലോ? Who is this? Yes, this is a monkey. And monkey എങ്ങനെയുണ്ട്? monkeyക്ക് എന്താ ഉള്ളത്? It has a long tail. ആ long tail എന്തിനാ monkeyക്ക്? എന്തിനാ? Yes, he used the long tail to sing
sing on the branches of tree and jump from tree to tree. അല്ലേ? അതിനകത്ത് ഇങ്ങനെ വാലിൽ തൂങ്ങിക്കിടന്ന് ഒരു ട്രീന്ന് മറ്റൊരു ട്രീയിലേക്ക് ജമ്പ് ചെയ്ത് പോകും. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഒന്ന് പറയൂ, ഈ ആനിമൽസ് ഒക്കെ എവിടെയാണ് കാണുന്നത്? Where do we see these animals? നമ്മുടെ വീടിന് ചുറ്റും നമ്മൾ ഇന്ന് കാണാറുണ്ടോ ഈ ആനിമൽസിനെ? No. They live in the jungle. They live in the forest. അപ്പോൾ ഇവരെന്താ നമ്മൾ പറയുക ഈ ആനിമൽസിനെയൊക്കെ? They are called wild animals. ഇവരെന്താ പറയുക? Wild animals. So today we are going to discuss about some wild animals and their body parts. Okay, അപ്പോൾ നമുക്കൊരു സ്റ്റോറി ലിസൺ ചെയ്യാം. ആ സ്റ്റോറിയിലൂടെ നമുക്ക് ബോഡി പാർട്സ്, അവരുടെ ഫീച്ചേഴ്സ് ഒക്കെ മനസ്സിലാക്കാം. Then all of you please take your Tales and Tunes book. Open page number 7070. Then tell me, what do you see in the picture? ഏതൊക്കെ ആനിമൽസ് ഉണ്ട് ഇതിനകത്ത്? Yes, say the names. Giraffe, elephant, zebra, leopard, tiger, rabbit, monkey, then crocodile. Very good. The മോളിൽ എന്താ? Yes, birds. Then ഒരു ബൗളിൽ എന്തായിരിക്കുന്നു? വാട്ടറിൽ ഫിഷ്. വെരി ഗുഡ്. അപ്പോൾ ഇത്രയും ആനിമൽസിനെ നമുക്ക് കാണാം അല്ലേ? ഇതെല്ലാം നമ്മൾ കാണുന്നത് എല്ലാ പിക്ചറിൽ എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? ഫോറസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സ്റ്റോറിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ദ നെയിം ഓഫ് ദ സ്റ്റോറി ഈസ് മിസ്റ്റർ ഗുഡീസ് മെഷീൻ. മിസ്റ്റർ ഗുഡി എന്ന് പറയുന്ന ഒരാളുടെ മെഷീനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, മിസ്റ്റർ ഗുഡീസ് മെഷീൻ മെയ്ഡ് ഓൾ ദ ആനിമൽസ് ഓഫ് ദ വേൾഡ്. ഇപ്പം അതിനകത്ത് കാണിച്ചിരിക്കുന്ന ആ പിക്ചേഴ്സിലുള്ള ആനിമൽസ് ഒക്കെ ഇല്ലേ? ആ ആനിമൽസിൻ്റെയൊക്കെ ടോയ്സ് ഉണ്ടാക്കുന്നതാണ് ആര്? മിസ്റ്റർ ഗുഡി. മിസ്റ്റർ ഗുഡി എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്? ഒരു മെഷീനിലാണ്. ഓക്കെ, then see what happened next. All of you see the page number 7171. Then what do you see in the picture? ആ പീക്കോക്ക് എന്താ? പീക്കോക്കിൻ്റെ ബോഡി ഉണ്ട്, ബട്ട് ടെയിൽ എങ്ങനെയായിരിക്കുന്നത്? ക്രൊക്കഡൈലിൻ്റെ ടെയിൽ മാതിരി ഉണ്ട് അല്ലേ? ദെൻ വാട്ട് അബൌട്ട് ദാറ്റ് സീബ്ര? സീബ്രയുടെ ടെയിൽ എങ്ങനെയാ? സീബ്രയുടെ ടെയിലാണോ നിങ്ങൾ കാണുന്നത്? ദെൻ വാട്ട് ഈസ് ദാറ്റ്? Hippopotamus. Let's see what's happening there. Then one day the machine started to mix up animals. അതാണ് സംഭവിച്ചത്. ഇതിനകത്ത് കറക്റ്റായിട്ട് മിസ്റ്റർ കുട്ടിയുടെ മെഷീൻ എല്ലാ ആനിമൽസിനെയും ഉണ്ടാക്കും അല്ലേ? ആനിമൽസിൻ്റെ നമ്മൾ ബോഡി പാർട്ട് പറഞ്ഞു അല്ലേ എങ്ങനെയൊക്കെയാണ്? അവർക്ക് സ്പെഷ്യൽ പാർട്സ് ആണ് എല്ലാ ആനിമൽസിനും. അപ്പോൾ ഇതിൽ എന്തൊക്കെയോ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ഇത് മിക്സായി പോയി എന്ന് പറയുന്നുണ്ട്. എന്താ സംഭവിച്ചത്? ദ മിക്സ്ഡ് അപ്പ് ആനിമൽസ് വർ വെരി കൺഫ്യൂസ്ഡ്. ഇതൊക്കെ ഉണ്ടാക്കി വന്നു കഴിഞ്ഞപ്പോൾ ഇതാ നിങ്ങൾ പിക്ചറിൽ കണ്ടോ? ഇതുപോലെ ഇരിക്കുന്നത്. ഇതിലേതാ എലഫൻറ്റ്? ഇതിലേതാ ഹിപ്പോപ്പൊട്ടാമസ്? ഏതാ പീകോക്ക്? വല്ല ഐഡിയ കിട്ടുന്നുണ്ടോ? ലെറ്റ്സ് സീ. There was an animal with an elephant's neck and hippopotamus body. See, what do you see? One animal with elephant head, alla elephant inde trunkum, then body is hippopotamus body. Was it a hippopotamus or elephant? No idea alla. Adu angane maari poi. Namukku nokkam next endha sambhavichenu. Was it an elephant or a hippopotamus? ചോദിക്കാന്നത് ഹിപ്പോപ്പൊട്ടാമസ് ആയിരുന്നോ എലഫന്റ് ആയിരുന്നോ? Then all of you turn page number 7171. Then tell me, what do you see in picture? ഇതുവരെ നമ്മൾ കാണാത്തൊരു ആനിമൽ ആണല്ലേ? Was it a tortoise or elephant? Let's see. Please help me, Mr. Goody. I don't need such a big trunk. It is difficult for me to hide it under my shell, said the tortoise with elephant's trunk. ആരായിരുന്നു അത്? Was it a tortoise or elephant?
ആരാ വന്നിട്ട് മിസ്റ്റർ കുട്ടിയോട് കംപ്ലൈൻറ്റ് പറഞ്ഞത്? യെസ്, ഇറ്റ് വാസ് എ ടോട്ടോയ്സ്. ടോട്ടോയ്സ് ആയിരുന്നു. പക്ഷേ ടോട്ടോയ്സിന് കൊടുത്തിരിക്കുന്ന ഹെഡ് ആരുടെ വെച്ചിരിക്കുന്നത്? എലഫൻറ്റ് സ്നേക്ക് അല്ലേ? എലഫൻസിൻ്റെ തലയും കഴുത്തൊക്കെ വെച്ച് കൊടുത്തത്. ഇതുകൊണ്ട് എന്ത് ചെയ്യാനാ ടോട്ടോയ്സ് അല്ലേ? ടോട്ടോയ്സിന് എന്തിനാ ഈ ബാക്ക് ഷെല്ല് കൊടുത്തിരിക്കുന്നത്? ഹാർഡ് ബാക്ക് ഷെൽ. വൈ ഡു ടോട്ടോയ്സ് ഹാവ് ഹാഡ് ഷെൽ? എന്തിനാ ഹാഡ് ഷെൽ കൊടുത്തിരിക്കുന്നത്? നിങ്ങൾക്കറിയാം അല്ലേ ടോട്ടോയ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ടോട്ടോയ്സ് വർക്ക്സ് വെരി സ്ലോലി അല്ലേ? ഭയങ്കര സ്ലോ ആയിട്ടേ പോകുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ആനിമൽസ് ഒക്കെ വന്നിട്ട് അതിനെ ക്യാച്ച് ചെയ്യാൻ വന്നാൽ ഓടി രക്ഷപ്പെടാൻ പറ്റുമോ? സ്പീഡില്ല അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? അവൻ്റെ നെക്ക് ആ ഷെല്ലിനകത്തേക്ക് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് അനങ്ങാതെ ഇരിക്കും. അപ്പോൾ അവരെന്ത് വിചാരിക്കും? ഇറ്റ്സ് നോട്ട് ആൻ ആനിമൽ എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു പോകും. അങ്ങനെ ടോട്ടോയ്സ് എസ്കേപ്പ് ആവും. Then see the next page, page number 73. What do you see in the picture? Is it a giraffe or lion? Who is that? Let's see what's happening there. What will I do with the giraffe snake? Said the lion. അപ്പോൾ ആരാ അത്? Who's that? Yes, lion. അത് ലയൺ ആയിരുന്നു. ഇറ്റ് വാസ് എ ലയൺ. ഇപ്പം എന്തായി? ലോങ് നെക്ക് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ലോങ് നെക്ക് ശരിക്കും ആർക്കായിരുന്നു വരേണ്ടിയിരുന്നത്? യെസ്, ജിറാഫ് അല്ലേ? ജിറാഫ് ഹാസ് എ ലോങ് നെക്ക്. ബട്ട് നമ്മൾ ലയണിൽ പറഞ്ഞു ലയണിൻ്റെ നെക്ക് എങ്ങനെയാ? ഷോർട്ട് നെക്കാണ് അല്ലേ? സി I don't need to eat leaves that grow very high up on all trees. എനിക്കിങ്ങനെ ട്രീയുടെ മുകളിലുള്ള ലീവ്സ് ഒന്നും അല്ല ഞാൻ കഴിക്കാം. Then tell me, why do giraffes have long neck? എന്തിനാ അപ്പം ജിറാഫിന് ലോങ് നെക്ക് കൊടുത്തിരിക്കുന്നത്? ജിറാഫ് ഈറ്റ്സ് ലീവ്സ് അല്ലേ? ലീവ്സ് ഫ്രം ബിഗ് ട്രീസ് അല്ലേ? ഇവിടെ ട്രീസൊക്കെ നല്ല ഉയരത്തിലാണ് അല്ലേ? ചെറിയ ഷോർട്ട് നെക്ക് വെച്ചിട്ട് ജിറാഫിന് ലീവ്സ് കഴിക്കാൻ പറ്റുമോ? ഇല്ല. സോ ജിറാഫിന് ലോങ് നെക്ക് കൊടുത്തിരിക്കുന്നത് അതിനാണ്. ബട്ട് ലയണിന് ലോങ് നെക്ക് ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ? ലയൺ എന്താ ലീവ്സ് ആണോ കഴിക്കുന്നത്? ഇല്ല. ഹി ക്യാച്ചസ് സ്മോൾ ആനിമൽസ് ഫോർ ഹിസ് ഫുഡ് അല്ലേ? അവൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയാണ് ചെറിയ ചെറിയ ആനിമൽസിനെയൊക്കെ ക്യാച്ച് ചെയ്ത് കഴിക്കുക, അല്ലാതെ ലീഫല്ല കഴിക്കുക. സോ ഹി ഡോണ്ട് നീഡ് ലോങ് നെക്ക്. Then all of you turn page number 74, 74. അല്ലേ? Then tell me, what do you see in the picture? Yes, very beautiful zebra. Then see, how is its tail look like? എങ്ങനെയുണ്ട്? സീബ്രയുടെ ടൈൽ തന്നെയാണോ അത്? Is it zebra's tail? No, it looks like monkey's tail. മങ്കിയുടെ ടൈല് മാതിരി ഉണ്ട് അല്ലേ? സീബ്രയ്ക്ക് എന്തിനാ മങ്കിയുടെ ടൈല്? വേണോ? No. What will I do with the monkey's tail? Said the zebra. Zebra എന്നിട്ട് കുട്ടിയോട് പറയാ, ഗുഡി എനിക്ക് എന്തിനാ ഈ മങ്കിയുടെ ടൈല്? I don't sing from tree to tree. എനിക്കൊരു ഇതിനകത്ത് നിന്ന് ഇങ്ങനെ ആടി ആടി വേറൊരു ട്രീസിൻ്റെ ബ്രാഞ്ചിലേക്ക് എനിക്ക് പോകേണ്ട ആവശ്യമില്ല അല്ലേ? വേണോ? വേണ്ട, അത് മങ്കിക്കാണ് വേണ്ടത്. Then see the next page, 75, 75. What do you see in the picture? മിസ്റ്റർ കുട്ടി ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടല്ലോ ബൗളിലല്ലേ? എന്താ കാണുന്നത്? What do you see in that bowl? Yes, fish. And what happened to the fish? Let's see. What will I do with wings? Said the fish. I can't fly. Fish fly ചെയ്യോ? No, ഫിഷിന് ഫ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തിനാ ബേർഡിൻ്റെ വിങ്സ് തന്നിരിക്കുന്നത്? കുട്ടിയോട് ചോദിക്കാൻ. Then all of you turn page number 76. Then see, what do you see in the picture? Which animal is this? It is a bear. Bearന്റെ ബോഡിയിൽ എന്താ ഇങ്ങനെ orange black stripes? Let's see what happened. I don't need not zebra stripes to hide from the leopards. I am big and strong, said the bear. Bear പറയാണ് എനിക്ക് സീബ്രേനെയും ടൈഗറിനെയും പോലെയുള്ള സ്ട്രൈപ്സ് ഒന്നും ബോഡിയിൽ വേണ്ട. ഐ ആം ബിഗ് ആൻഡ് സ്ട്രോങ്. എനിക്ക് ഓരോ ആനിമൽസിനെയും പേടിക്കേണ്ട ആവശ്യമില്ല അല്ലേ? ലിയോപ്പാർഡിനൊന്നും ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല. ലിയോപ്പാർഡ് എന്നെയല്ലേ പേടിക്കുക? പിന്നെ എന്തിനാ എനിക്ക് ഈ സ്ട്രൈപ്സിൻ്റെ ബോഡിയിൽ?
ഈ കൺഫ്യൂസ്ഡ് ആയില്ല. എല്ലാ ആനിമൽസും വന്നിട്ട് ഗുഡിയോട് കംപ്ലൈൻറ്റ് പറഞ്ഞു. അപ്പോൾ ഗുഡി എന്താ പറയുക? സി ദ പേജ് നമ്പർ 7777. സെഡ് മിസ്റ്റർ ഗുഡി. അപ്പോൾ മിസ്റ്റർ ഗുഡിയോട് എല്ലാവരും കംപ്ലൈൻറ്റ് പറഞ്ഞില്ല. അപ്പോൾ പറയാ സോ ഹി വാക്ക്ഡ് ഇൻ ടു ദ വെരി ബിഗ് മെഷീൻ. കണ്ടോ, നമുക്ക് അതിനകത്ത് കാണാൻ പിക്ചറിൽ വലിയൊരു മെഷീൻ അല്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് കയറി. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഹി ഹാമേർഡ് ആൻഡ് ഹാമേർഡ്. കണ്ടോ, എല്ലാ ടൂൾസും ഉപയോഗിച്ചിട്ട് റിപ്പയർ ചെയ്യുക. സൂൺ ദ മെഷീൻ വാസ് ഫിക്സ്ഡ്. ഇപ്പം കുട്ടിക്ക് മനസ്സിലായി അതിനകത്ത് എന്തോ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നല്ലേ, അത് റിപ്പയർ ചെയ്ത് റെഡിയാക്കി. ഇപ്പം ഓക്കെ. എന്നിട്ട് എന്താ ചെയ്തു? Now you can get into the machine one by one, said Mr. Goody. Mr. Goody പറയാ, നീ ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ ഓരോരുത്തരായിട്ട് മെഷീനകത്തായിട്ട് കയറിക്കോളൂ. Let's see what happened next. See the page number 78. What do you see? What do you see in the picture? മങ്കി ആ മെഷീൻ്റെ ഉള്ളിൽ കിടത്തിട്ട് ഇങ്ങനെ റോൾ ചെയ്യുന്നുണ്ട് അല്ലേ, നോക്കാം. The monkey walked into the machine. He came out without the tortoise shell. മങ്കി വേഗം ഓടി കയറി ഫസ്റ്റ്. എന്നിട്ട് മെഷീനുള്ളിൽ കയറി റെഡിയായി പുറത്ത് വന്നപ്പോൾ എന്തായി? അവൻ്റെ ബാക്ക് ഷെൽ ഇല്ല. ടോട്ടോയ്സിൻ്റെ ബാക്ക് ഷെൽ വന്നിരുന്നു മങ്കിക്ക് അല്ലേ, അത് പോയി കിട്ടി. It works, it works, the animals said with joy. ഭയങ്കര സന്തോഷമായി. അവരുടെ ബോഡി എല്ലാം അവർക്ക് തിരിച്ചു കിട്ടി. അവരെ പഴയ ബോഡി ആയിട്ട് ബോഡി പാർട്സ് തന്നെ തിരിച്ചു കിട്ടി. ഭയങ്കര ഹാപ്പി. അപ്പോൾ അവർ പറയണോ ഇത് റെഡി ആയി. They all get into the machine. അവരങ്ങനെ എല്ലാവരും അതിൻ്റെ ഉള്ളിലേക്ക് കയറി. Soon they all had their very own body parts again. അങ്ങനെ അവർക്ക് എല്ലാവർക്കും അവരുടെ ബോഡി പാർട്സ് തിരിച്ചു കിട്ടി. Then let's see what happened next. See the page number 7979. അതിനകത്ത് ഫിഷ് കണ്ടോ? ഫിഷ് ഇങ്ങനെ തിങ്ക് ചെയ്യുന്നതാണ് അല്ലേ, അവിടെ പിക്ചർ. ആ ബൗളിൽ കിടക്കുന്ന ഫിഷ് എന്തോ തിങ്ക് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻഡ് ദേർ. ബട്ട് സം ഓഫ് ദം തിങ്ക് ദാറ്റ് മേ ബി ദേ ഷുഡ് ഹാവ് ഗെറ്റ് ദ സ്ട്രേഞ്ച് ബോഡി പാർട്സ്. അപ്പോൾ അവർ ചിലവരിങ്ങനെ ചിന്തിക്കുകയാണ്, ഫിഷിനൊക്കെ ചിന്തിക്കുകയാണ് എന്താണ് ഇനി ആ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ബോഡി പാർട്സ് നമ്മൾ കീപ്പ് ചെയ്തിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവുമായിരുന്നു? വെൽ, ഹു നോസ്, സേസ് ദ ഫിഷ്. ഐ മൈറ്റ് ഹാവ് ലേൺ ടു ഫ്ലൈ someday. എനിക്ക് ചിലപ്പോൾ ഇതിൻ്റെ ബേർഡിൻ്റെ വിങ്സ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊന്ന് ഫ്ലൈ ചെയ്യായിരുന്നു അല്ലേ. അപ്പോൾ അതുപോലെ എല്ലാവരും ആ സ്ട്രേഞ്ച് ബോഡി പാർട്സ് ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് തിങ്ക് ചെയ്യുകയാണ് അല്ലേ. ദ ഫിഷ് വാസ് തിങ്കിങ് ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ ഐ ഹാഡ് ദ വിങ്സ് ഓഫ് ദ ബേർഡ്സ്. എനിക്ക് ആ ബേർഡിൻ്റെ വിങ്സ് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, എനിക്ക് എപ്പോഴെങ്കിലും ഒന്ന് ഫ്ലൈ ചെയ്ത് നോക്കാമായിരുന്നു അല്ലേ. ദെൻ tell me, did you enjoy the story? Yes, very good. Then tell me, what did you learn today? Yes, we learned about some wild animals and its special body parts. അപ്പോൾ ഈ ബോഡി പാർട്സ് കൊണ്ട് അവർക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? Animals have special parts and pattern on them. It helps them to protect themselves from other animals. അതാണ് അതിന് വേണ്ടി ഉപയോഗിക്കുന്നവരല്ലേ. അവരുടെ ബോഡി പാർട്സ് ഫീച്ചേഴ്സ് അവർക്ക് എന്താ ചെയ്യുന്നത്? അവർക്ക് സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. ബിക്കോസ് ദേ ഓൾ ലിവ്സ് ഇൻ ദ ഫോറസ്റ്റ്. അവർക്ക് പ്രത്യേകം വീടും ഇതൊക്കെ ഉണ്ടോ നമ്മളെപ്പോലെ സേഫായിട്ടിരിക്കാൻ? ഇല്ല. അവരുടേതായ ഫുഡ് അവർ തന്നെയാണ് കണ്ടുപിടിക്കുന്നത് അല്ലേ. ദേ ഫൈൻഡ്സ് ഇറ്റ്സ് ഓൺ ഫുഡ് ആൻഡ് ഷെൽട്ടർ. അവർ തന്നെയാണ് അവരുടെ ഫുഡും ഷെൽട്ടറും ഒക്കെ അവർ തന്നെയാണ് നോക്കുന്നത്. സോ ദേ ക്യാൻ ഹൈഡ് ദംസെൽസ്. ഇത് അവർക്ക് എവിടെയെങ്കിലും ഒളിച്ചിങ്ങനെ കാത്തിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരുടെ പ്രൊട്ടക്ഷൻ അവർ തന്നെയാണ് നോക്കുന്നത്. സോ ദേ ഹാവ് ഡിഫറെൻറ്റ് പാർട്സ് അല്ലേ, ഡിഫറെൻറ്റ് പാർട്സ് ആൻഡ് പാറ്റേൺ ഓൺ ദം. ഇറ്റ് ഹെൽപ്സ് ദം ടു പ്രൊട്ടക്ട് ദംസെൽസ് ഫ്രം അതർ ആനിമൽസ്. Okay? Okay then, bye. See you next class.